നമ്മുടെ ഡെന്റൽ OPD മിക്കവാറും കേട്ടുവരുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ എന്റെ പല്ലിപ്പോ പണ്ടത്തിനേക്കാൾ മഞ്ഞയായി, ഇത് മാറ്റിത്തരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മാർഗമൊക്കെ ഉണ്ട്. അതിനു മുന്നേ ഈ മഞ്ഞ പല്ലുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പല്ലിന്റെ യഥാർത്ഥ കളർ ഷെയ്ഡ്സ് ഓഫ് വൈറ്റ് ടു യെല്ലോ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് വെള്ള കളർ, അല്ലെങ്കിൽ ഓഫ് വൈറ്റ്, അല്ലെങ്കിൽ യെല്ലോ കളർ എന്നിങ്ങനെ പോകും. ഇത് നിർണ്ണയിക്കുന്നത് ഈ പല്ലിന്റെ സ്ട്രക്ചർ തന്നെയാണ്. ഏറ്റവും മീതെ നമ്മൾ കാണുന്നത് ഇനാമൽ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഇനാമൽ സെമി ട്രാൻസ്ലൂസന്റ് ആയ ഒരു സ്ട്രക്ചറാണ്. അത് വെള്ള കളറിലാണ് കാണുന്നത്. സെക്കൻഡ് ലെയർ ഡെന്റീൻ ആണ്. ഡെന്റീൻ യെല്ലോ ഇൻ കളറാണ്. ഏറ്റവും മൂന്നാമത്തെ ലെയർ അല്ലെങ്കിൽ ഉള്ളിലത്തെ ലെയർ മജ്ജയാണ്. മജ്ജ നെർവ്സ് ആൻഡ് വെസൽസ് റിച്ച് ആണ്. അപ്പോൾ നമ്മുടെ ഇനാമൽ കട്ടി കൂടുന്തോറും അതിന്റെ വൈറ്റ് കളർ കുറച്ചും കൂടെ വ്യക്തമായിരിക്കും. അപ്പോൾ കട്ടി കുറയുകയാണെങ്കിൽ, തിന്നിങ് ഓഫ് ദ ഇനാമൽ നടക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ ലെയറായ ഡെന്റീൻ പുറമേ കാണും. അപ്പോൾ കുറച്ചും കൂടെ യെല്ലോയിഷ് ആയിരിക്കും പല്ല്. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഫിനോമിനൻ തിന്നിങ് ഓഫ് ദ ഇനാമൽ കണ്ടുവരുന്നത് ഏജ് കൂടുന്നതിനനുസരിച്ചാണ്. ഇതിന് പുറമെ കുറച്ച് അസിഡിക് ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതേ ഫിനോമിനൻ നിങ്ങൾക്കും കാണാം. എക്സ്ട്രിൻസിക് സ്റ്റെയിൻസ്, അതായത് നമ്മൾ മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്നവര്, ടെട്രാസൈക്ലിൻ പോലത്തെ മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ടൊബാക്കോ യൂസ് ചെയ്യുന്നവരാണ്, ടീ കോഫി യൂസ് ചെയ്യുന്നവരാണ്, അങ്ങനത്തെ കേസസിലും ഇതേപോലത്തെ സ്റ്റെയിനിങ്, യെല്ലോയിങ് ഓഫ് ദ ടീത്ത് അല്ലെങ്കിൽ ബ്രൗണിങ് ഓഫ് ദ ടീത്ത് കണ്ടുവരുന്നുണ്ട്. പല്ലിന് എന്തെങ്കിലും ക്ഷതങ്ങൾ സംഭവിക്കുക, ട്രോമ, അതായത് തട്ടൽ, മുട്ടൽ, വീഴ്ച ഇങ്ങനെയുള്ളവ സംഭവിക്കുമ്പോഴും കാലക്രമേണ പല്ല് നോൺ വൈറ്റലായി പോവുകയും അതുകൊണ്ട് കളർ നഷ്ടപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ യെല്ലോയിങ് ഓഫ് ടീത്തിന്റെ വേറൊരു റീസൺ നമ്മുടെ ജനിതക ഘടനയാണ്. ഇതിന് ഒരുപാട് കറക്ഷൻ ഓപ്ഷൻസ് ഉണ്ട്, റേഞ്ചിങ് ഫ്രം സ്മോൾ സ്കെയിലിംഗ്, അതായത് നമ്മുടെ ക്ലീനിങ് തൊട്ട് കോസ്മെറ്റിക് തെറാപ്പീസ് ആയിട്ടുള്ള ക്രൗൺസ്, വെനീസ് ആൻഡ് ഓൾസോ ടീത്ത് വൈറ്റനിങ്. സോ ഏതാ വേണ്ടതെന്നുള്ളത് ആസ്ക് യുവർ ഡെന്റിസ്റ്റ്.